ഒന്ന് ഇത് ആദ്യത്തെ സംഭവം അല്ലെന്ന് മാധു പറഞ്ഞു. അതിൽ ചോദ്യപേപ്പർ ചോർന്നതല്ല, ചോദ്യപേപ്പർ വിൽക്കാൻ കിട്ടുമെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ള സ്വകാര്യ യൂട്യൂബ് ചാനലുകളോ സ്ഥാപനങ്ങളോ ഉള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, തൻ്റെ ചാനൽ മാക്സിമം കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരെ കാണുന്ന ഒരു മണ്ണിൽ ഇതുപോലെ ചോദ്യപേപ്പർ വിൽക്കാൻ വെച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതാരാണ് എന്നതിനേക്കാൾ വിൽക്കാൻ ആരാണ് വെച്ചത് എന്നതുകൂടി അന്വേഷണത്തിൻ്റെ പ്രധാനമായ മുഖമായി കൊണ്ടുവരേണ്ടതുണ്ട്. അതിലെന്തുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിൽ ഇതിൽ പ്രതിസ്ഥാനത്തുണ്ട് എന്ന് പറയുന്നത്? നേരത്തെ തന്നെ ഇവിടെ PK അരവിന്ദൻ അടക്കമുള്ള ആളുകളോട് പറഞ്ഞു, ഇത് ആദ്യത്തെ സംഭവമല്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് AEO കൊടുത്ത സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. ഇതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായി നിൽക്കുന്ന ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടായോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ചോദ്യപേപ്പർ ചോരുന്നുണ്ട്, അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയോ സീരിയസ് ആയി ഇത് കാണുകയോ ചെയ്തില്ല എന്നത് വസ്തുതാപരമായി നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ഓണം, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷ, ഇതൊക്കെയും വസ്തുതാപരമായി ഒരു പരിശോധനയും നടന്നില്ല എന്ന് നമ്മുടെ മുമ്പിൽ കൃത്യമായി കാണുന്നു. ഇവർ ഇതിൽ സീരിയസ് ആയി കണ്ടില്ല എന്നതിന് പ്രധാനപ്പെട്ട ഒന്ന്, ഇതൊരു നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഹാഫ് വേളി എക്സാമിനേഷനാണ്, ഇതത്ര സീരിയസ് ഒന്നും അല്ല, ഇതങ്ങനെ നമ്മൾ സീരിയസ് ആയി കാണേണ്ടതല്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അവരുടെ എല്ലാ നടപടിക്രമവും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, സമരങ്ങൾ ഒക്കെയും നിരന്തരമായി നടന്നിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഞങ്ങൾ ഈ വിഷയത്തിലും പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്, ഞങ്ങളുടെ സമര പരിപാടിയുമായി മുന്നോട്ട് പോകും. ഇതിൽ പ്രധാനമായി ഉണ്ടായത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഈ വിഷയത്തിൽ ഉണ്ടായി. സർക്കാർ അത് ഗൗരവത്തിൽ കാണുന്നില്ല. ഇനി അതുപോലെ തന്നെ പബ്ലിക് സർവൻറ്റിൻ്റെ ഇതുപോലുള്ള ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ടായി, അതും ഗൗരവമായി സർക്കാരിന് വലിയൊരു വിഷയമല്ല. ചീറ്റിങ്ങും ഡിസ്ഹോണസ്റ്റിയും ഉണ്ടായിട്ടുണ്ട്, അത് സർക്കാരിന് പ്രശ്നമല്ല. ക്രിമിനൽ കോൺസ്പിറസി തുടർച്ചയായി ഉണ്ടായിട്ടുണ്ട് എന്നതിനുള്ള കൃത്യമായ കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അതും സർക്കാരിന് പ്രശ്നമല്ല. സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു എന്നൊരു വാർത്ത ഉണ്ടാക്കണം. ആ വാർത്തക്കപ്പുറത്ത് അതിൽ നിന്ന് മെയിൻ സ്ട്രീമിൽ നിന്നും ആ വാർത്ത മെല്ലെ പിറകിലേക്ക് പോകണം. അതോടുകൂടി സർക്കാർ രക്ഷപ്പെടണം. ഇത് ചെറിയ കാര്യമല്ല, സ്വാഭാവിക താല്പര്യമല്ലേ? സ്വാഭാവിക താല്പര്യമല്ലേ? സർക്കാർ ഭരിക്കുന്നു, വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഇത്തരം ഒരു കെടുകാര്യസ്ഥത ഉണ്ടായിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഗുരുതരമായ പിഴവുണ്ടായിരിക്കുന്നു. നോക്കൂ, വിദ്യാർത്ഥികളോട് അവരുടെ പ്രതിഭ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ മികവ് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ ക്രിമിനൽ സ്വഭാവത്തിലുള്ള വീഴ്ച ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും, അത് ഒഴിവാക്കുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിക്ഷിപ്തമല്ല എന്നിരിക്കെയാണ് ഇത്രയും ഗൗരവതരമായ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ താല്പര്യം സ്വാഭാവികമല്ലേ? ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ താല്പര്യമില്ലായ്മയെ കുറിച്ചാണ്. ഞങ്ങളുടെ താല്പര്യമില്ലായ്മ എവിടെയാണ് ചൂണ്ടിക്കാൻ കഴിയും? അതു ഞങ്ങൾ ഈ വിഷയത്തിൽ സമാനമായ വിഷയങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ സമര പോരാട്ടവുമായി ഞങ്ങളുണ്ട്, ഞങ്ങൾ പരാതിയുമായി ഞങ്ങൾ മുന്നിലുണ്ട്. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ തുടരുന്ന ഘട്ടത്തിലാണ് നാം സംസാരിച്ചത്. അത് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്ത് പറയുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞ ഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ മാത്രം പറയുകയാണ്, കലാകാരന്മാരെ അവർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവർ പണം വാങ്ങുന്നു എന്നൊക്കെയുള്ള നിരന്തര ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ അപമാനിക്കുന്ന, അവമതിപ്പുണ്ടാക്കുന്ന ഡയലോഗുകൾ തുടർച്ചയായി പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് അദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ മാന്യമായി കൃത്യമായി ഈ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? അതിന് മറുപടി അദ്ദേഹം പറയണ്ടേ? ഞങ്ങൾ ആ ചോദ്യം ഞങ്ങളുടെ ഈ ചോദ്യവും തന്നെ ഒരു സമരമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ തുടർച്ചയായി വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി വിദ്യാർത്ഥികളുടെ, രക്ഷിതാക്കളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ സാഹചര്യം ഇത്. അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടി പിടിച്ചത് കൊണ്ട് മാത്രം മന്ത്രിയായി വന്നതാണ് എന്ന ആരോപണം ഞങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? കലാകാരന്മാരെ തള്ളിപ്പറയുന്ന, ഒരു മടിയുമില്ലാതെ നിരന്തരമായി ആക്ഷേപിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കുണ്ട്. അത് കാണുകയാണ് നമ്മൾ. എന്നിട്ട് അതേ വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ട ഒരു പണിയും ചെയ്യാതെ സമൂഹത്തിന് മുമ്പിൽ നിന്നും മെല്ലെ ഇപ്പം തന്നെ ചർച്ചയിൽ നമ്മുടെ ബഹുമാനത്തോടു കൂടി റെജി ലൂക്കോസിനെ ചൂണ്ടിക്കാണിച്ച് പറയാണ്, ഇടത് സഹയാത്രികർ അവർ മാത്രം ഇരുന്ന് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് ബോധ്യമുള്ള എല്ലാ ചർച്ചയിലും ഇതുപോലുള്ള സഹയാത്രികരെ മാത്രം അയച്ച് ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുന്ന സാഹചര്യമുണ്ട്. അവരെയും കൂടി ചൂണ്ടിക്കാണിച്ച ഞങ്ങൾ പറയുന്നത് ഇത് വിറ്റതാണ്, ഇത് ഒന്നാമത്തെ വിൽപ്പനയല്ല, തുടർച്ചയായി നടക്കുന്ന വിൽപ്പനയാണ്. അന്വേഷണം നടക്കാറില്ല. ഈ PSCയുടെ അന്വേഷണം ബന്ധപ്പെട്ട് നമുക്കറിയില്ലേ, PSCയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോർച്ചയുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ താൽക്കാലികമായി ഒളിപ്പിച്ചു വെക്കാൻ പരിശ്രമിച്ചവർ അത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ശിവരഞ്ജിത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ.
ഇനി ഇതിൽ സമാനമായി ഇന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിൽ പലതും നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ മുഴുവൻ ഞെട്ടിയ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ഫലവത്തായി പോയോ ഇല്ലെന്നുള്ള അന്വേഷണം നമ്മൾ വേറെ നടത്താം. എന്നാലും അതിൽ ഈ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണം നടന്നു എന്ന് ഞങ്ങൾക്ക് പറയാനാണ് ആഗ്രഹം. അത് അങ്ങനെ പോലും ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്ത് സമയത്ത് വലിയ തോതിൽ CPM അതിനെതിരെ വിമർശനം ഉന്നയിച്ചതാണ്. എന്നിരിക്കെയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ഒരു ചോർച്ച, ഗൗരവതരമായ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ്, വിദ്യാഭ്യാസ വകുപ്പിൽ നിക്ഷിപ്തമാണ് എന്നത് തിരിച്ചറിയേണ്ടുന്നത്. അതിന് ഉത്തരവാദിത്വം ആരാണ് എന്നുള്ളത് സർക്കാരാണ് പറയുകയും ചെയ്തത്.